നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, എടിയേ തലയിലൊക്കെ മുട്ടയൊക്കെ തേക്കുന്നത് കൊള്ളാം, മുട്ടയ്ക്ക് വില കൂടുതലാണ് 9 രൂപയായിരുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ പൊന്നേ, എന്തോരം ടിപ്പുകളാണ് കിടക്കുന്നത്. ചെയ്ത് ഞാൻ മടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മൾ ഫേസ് പാക്കായിട്ട് എടുത്തേക്കുന്നത്. നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമ്മൾ ചെയ്യുന്നത് നിർത്തരുത്. തുടരെ എന്തെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏതാ ഇണങ്ങുന്നേ അത് തിരഞ്ഞെടുത്ത് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവർ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും തരുന്നതും സുപ്പിന് തരുന്നതും നല്ല കമൻറ്റുകൾ ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സുപ്പ് 2 പേര് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരികെ കൂട്ടുകാർ അടുത്തോട്ടും ഞാൻ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ പറഞ്ഞേക്കണം, സുപ്പ് അങ്ങനെ നന്ദി കെട്ടവളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എല്ലാവരും അടുത്തോട്ട് വെക്കുന്ന സമയം കൊണ്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. 2 കൈ കൊണ്ട് അവരെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും സുപ്പ് നിങ്ങളുടെ അടുത്തും വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം. നമ്മുടെ മാലാട്ടിക്കിളി ഇന്ന് ഇൻട്രോയ്ക്കകത്ത് പോകാം കേട്ടോ. ഒത്തിരി നേരം കൊണ്ട് അവൾ വന്നിരുന്ന് ചെനയ്ക്കുമായിരുന്നു. മാലാട്ടിക്കിളി ഒരു മഞ്ഞക്കിളി തത്തമ്മയാണോ? ഇന്ന് അവളാ കേട്ടോ. ഇന്ന് അവളാ ഇൻട്രോയിൽ കേട്ടോ. എന്ത് രസമാണ് നമ്മുടെ ഈ കിളികളുടെ ആ സൗണ്ട്. എന്ത് രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ ഈ സൗണ്ട് കേൾക്കാൻ. ചിലർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ ഈ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കിളികളുടെ ഒന്നും അങ്ങനെ സൗണ്ടൊന്നും, നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെയാണ് കിളികളുടെയൊക്കെ ഈ സൗണ്ട്. അവിടെ പോയി, അയ്യോ വാലാട്ടിക്കിളിയല്ല, നമ്മുടെ ചിന്നുമായിരുന്നു. അവൾക്ക് പല സൗണ്ടാണ് കേട്ടോ. അതേ ലൈൻ കമ്പി പോയിരിക്കുന്നു. അവൾക്കറിയാം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഇടത്തല്ല അവൾ ഇന്ന് വന്നിരുന്ന് നോക്കും കേട്ടോ. ഇതും അവിടെ. അപ്പോൾ നമ്മൾ ഇന്നും അത് പായ്ക്കൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. നല്ലൊരു ഫേസ് പായ്ക്കാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കണം. സുപ്പ് വെറുതെ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇന്നും നമ്മൾ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടൊക്കെയാണ് വന്നത്. അടിപൊളി ഒരു പായ്ക്കൊക്കെയാണ്. അപ്പോൾ കോളേജ് കുമാരിമാർക്ക് അവരൊക്കെ ചെയ്യുന്നതാണ് ഈ ടിപ്പ് കേട്ടോ. പക്ഷേ നമ്മളെ വീട്ടിലെ കുമാരിമാരും ഇതൊക്കെ ചെയ്യും കേട്ടോ. അവർ മാത്രം ചെയ്താൽ മതിയോ? അത്ര ആളത്തിലല്ല നമുക്ക് ചെയ്യേണ്ടേ. അപ്പോൾ വീട്ടിലുള്ള കുമാരിമാരും ചെയ്യണം ഇതൊക്കെ കേട്ടോ. കോളേജ് കുമാരി മാത്രം ചെയ്ത് അവരിങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? നമുക്കും ചെയ്യാം. അപ്പോഴും നമ്മൾ ഇന്ന് അങ്ങനെ ഒരു ടിപ്പുമായിട്ടാണ് വന്നത്. വീട്ടിലുള്ള സംഭവങ്ങൾ അടിച്ചു മാറ്റി തന്നെയാണ് ഇന്നും നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മുടെ ദോശമാവിൻ്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും ഒരു ദിവസത്തേക്കൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നല്ലേ. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ വീട്ടിലുള്ള കൃത്രിമ പണികളൊക്കെ ചെയ്താൽ കേട്ടോ എനിക്ക് തോന്നുന്നു പിറ്റേന്നത്തേക്കൊന്നും നിൽക്കത്തില്ല. പിന്നെ നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ അത് തന്നെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണിങ്ങനെ. ഇന്ന് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള കുറച്ചായിട്ട് അടിച്ചു മാറ്റി. ദോശമാവ് ഇച്ചിരി കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോകുമ്പം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ പൗഡർ ഇടുന്നവരാണെങ്കിൽ പൗഡറൊക്കെ ഇട്ട് പോയാൽ നീ ഇന്ന് ഫൗണ്ടേഷൻ വല്ലതും ഇട്ടോന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും കേട്ടോ. അന്നേരം പറയണ ഞാൻ ഇട്ടിട്ടാ വന്നത്. ഇത് പറയണ്ട, ദോശമാവ് നമ്മൾ അടിച്ചു മാറ്റി നമ്മൾ പെരട്ടി കാര്യം പറയുക ചെയ്യരുത് കേട്ടോ. ഫൗണ്ടേഷനൊക്കെ അടിച്ചാൽ വന്നതെന്ന് പറഞ്ഞാൽ മതി. അവർ നമ്മുടെ ടിപ്പൊക്കെ നോക്കാം. ഇന്നും ഇല്ല, സ്കൂൾ വണ്ടി വന്നാൽ ഞാൻ പാത്തിരിക്കും. എൻ്റെ ദൈവം റൂട്ട് മാറ്റിയേ ഒക്കത്തുള്ളൂ. നമുക്കൊരു രണ്ടോ മൂന്നോ വണ്ടി ഉണ്ട് ഇതിൽ കേട്ടോ. അത് ഈ തൂണിൻ്റെ പുറകെ ഞാൻ പാത്തിരിക്കും. സത്യമായിട്ട് വരാനൊക്കെ സമയമായി. അതിനു മുമ്പ് ഞാൻ എന്തായാലും തേക്കാൻ പോവാം. അപ്പോഴത്തെ സാധന സാമഗ്രികളെല്ലാം ഇവിടെ സുപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. തലയിലാണെങ്കിൽ ഒരു മുട്ടയും തല്ലി പൊട്ടിച്ച് തേച്ചിട്ടുണ്ട്. നമ്മുടെ അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, എടിയേ തലയിലൊക്കെ മുട്ടയൊക്കെ തേക്കുന്നത് കൊള്ളാം, മുട്ടയ്ക്ക് വില കൂടുതലാണ് 9 രൂപയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത് വിട്ടൊരു കളിയില്ല കേട്ടോ. ഈ മുട്ട വിട്ട് ഒരു കളിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുട്ട അടിച്ച് തലയിൽ തേച്ച് വെച്ചേക്കുക.
അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, തേൻ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഇതാ. മറ്റേതുണ്ട്, ഇത് എൻ്റെ ഈ ഇരുന്നത് കൊണ്ട് നമ്മൾ അങ്ങ് എടുത്തതാണ് പാരച്ചൂട്ട്. പിന്നെ നമ്മൾ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പഞ്ചസാര എന്ന് വെച്ചാൽ ദേ വലിയ തരി കേട്ടോ. വലിയ തരി ആയതുകൊണ്ട് തന്നെ നമ്മൾ മുഖത്തങ്ങനെ ഇങ്ങനെ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ ഈ തോലൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അങ്ങനെ അങ്ങോട്ട് വലിച്ചു പറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പതിയെ ഒരു നയത്തിലും മയത്തിലും വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ കെട്ടിയന്മാരുടെ ദേഷ്യമുണ്ട്, കയറുമുണ്ടെന്നൊക്കെ പറഞ്ഞ് മോന്തയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു പറിച്ചിരുന്നാൽ മോന്തയൊക്കെ വല്ലാതൊക്കെ ആയി പോകും കേട്ടോ. അത് വേണ്ട. ഒരു നയത്തിലും ഒരു മയത്തിലും ഒക്കെ നമ്മളിതെല്ലാം ചെയ്യണം. തുടയ്ക്കുന്ന തന്നെ വലിച്ചു പറിച്ച് തുടയ്ക്കുകയൊന്നും ചെയ്യരുത്. അതൊക്കെ ഒരു ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള നല്ല വലിയ കട്ടിയില്ലാത്ത തുണികളും വെച്ചൊക്കെ നമ്മളിത് ചെയ്താൽ നല്ല ഇതായിരിക്കും കേട്ടോ. പിന്നെ അപ്പോൾ ഈ ഒരു 4 കൂട്ടം സംഭവങ്ങളാണ് നമ്മളിന്ന് എടുത്ത് വെച്ചിരിക്കുന്നത്. പഞ്ചസാരയുടെ കാര്യം പറഞ്ഞ് വേറെ ഏതോ വഴിക്ക് പോയി സുപ്പു. ഇതാ വണ്ടി വേറെ ഏതെങ്കിലും റൂട്ടിലങ്ങ് പോകും. പഞ്ചസാരയുടെ കാര്യം പറഞ്ഞതുണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര. ഞാൻ എല്ലാത്തിനും ഈ നാരങ്ങ നമ്മൾ പിഴിയത്തില്ലേ, നാരങ്ങ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പം നാരങ്ങ പിഴിയും. അപ്പോഴും ദൈവമേ ആറ്റി എൻ്റെ ഊപ്പാട് വരും. അതിന് ഞാൻ കണ്ടുപിടിച്ചതാണ്. പഞ്ചസാര ഇച്ചി പൊടിച്ച് വെച്ചത് കൊണ്ട് അത് വലിച്ചൊന്നും പോകത്തില്ല, പന്നിലായി പോകത്തില്ല. അപ്പോഴും ഞാനിപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടി മാതിരി കിടക്കും കേട്ടോ. അതങ്ങോട്ട് നമ്മളങ്ങോട്ട് അലിയിച്ചെടുക്കണം കേട്ടോ. ഇച്ചിരി കട്ടിയായിട്ടിരിക്കും കേട്ടോ. ഈ തേനും പഞ്ചസാരയും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും കൂടെ ആകുമ്പോൾ കാണണോ, ഇങ്ങനെ കട്ടിക്ക് വരും. അത് നമ്മളിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇച്ചിരി പണി കേട്ടോ. അത് ഇച്ചിരി പെട്ടെന്ന് അങ്ങോട്ട് ഇത് എന്ന് വെച്ചാൽ പഞ്ചസാര ഞാൻ പൊടിച്ചും കൊണ്ടല്ലേ വന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഒരു പരുവ് നമുക്ക് എടുക്കണം. എന്നിട്ട് നമ്മൾ മുഖത്ത് തേച്ച് പിടിപ്പിക്കുകയത് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും കുമിളൊന്നും കണ്ടില്ല കേട്ടോ. ഈ ഇടിയൊക്കെ വെട്ടുമ്പോൾ കുമിള് പൊടിയുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ എടുത്ത സംഭവം ഉണ്ടല്ലോ, ഇച്ചിരി നേരം ഒരു പണി കേട്ടോ. അത് അലിഞ്ഞ് അതിനകത്ത് സെറ്റായിട്ട് വരത്തില്ല കേട്ടോ. സെറ്റായി വരും, പക്ഷെ ഇങ്ങനെ നമ്മളതങ്ങോട്ട് ഇച്ചിരി നേരാക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ വെളിച്ചെണ്ണയും തേനും എല്ലാവരും ഉണ്ടല്ലോ, പോയില്ലല്ലോ. അതോ ഞാൻ തന്നെ കാര്യം പറയാമെന്ന് നോക്കിയതാ. ഓണാന്നൊന്നും കണ്ടില്ല. ഇനി നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ. അടിപൊളി കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കണം. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അത് ഇച്ചിരി ഒരു പാട് പിടിച്ച ഒരു സംഭവമാണ്. നിങ്ങളങ്ങനെ ഇങ്ങനെ ചെയ്തു കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ അതിച്ചിരി അതിൻ്റെ ഇങ്ങനെ വരുന്നതിന് കട്ടിക്കിരിക്കുമല്ലോ. ഇവിടെ എല്ലാം വീഴും. ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ മൊത്തം ഇതേ നമ്മുടെ സിറ്റ് ഔട്ടിലുണ്ട് കേട്ടോ. തരിയായിട്ട് പഞ്ചസാര എടുത്താലുണ്ടല്ലോ നമ്മുടെ മുഖം കീറി. അതുകൊണ്ട് പേടിച്ചാൽ ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്തു. സത്യമായിട്ടും വലിയ തരിയാണ് നമുക്ക് പഞ്ചസാര കിട്ടുന്നത്, എന്താണെന്ന് അറിയത്തില്ല. രാവിലെയൊക്കെ മഴയായിരുന്നു. രാവിലെ ഞങ്ങൾ നല്ല മഴയായിരുന്നു. ഇടിയും ഉണ്ടായിരുന്നു അന്നേരം. ആ ഇട്ട് കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിപ്പോയത്. ദൈവമേ, എനിക്ക് അല്ലെങ്കിൽ ഇടിയും മിന്നലും ഒക്കെ പേടിയാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സംഭവം ഉണ്ടല്ലോ, എന്തോ തേച്ചാലും മൂക്കിലൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അങ്ങ് എപ്പോഴും ചൊറിയാൻ തോന്നും. മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം എല്ലാം തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പാഠം 1. ഇന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ രാവിലെ
വാട്സപ്പിനകത്ത് വന്ന് ഒത്തിരി മെസ്സേജൊക്കെ അയച്ച് ഭയങ്കര സന്തോഷമായി കേട്ടോ. എൻ്റെ കൂട്ടുകാരി വന്ന് എന്നോട് സംസാരിച്ചപ്പം ഓർക്കാപ്പുറത്തൊക്കെ നമുക്കിങ്ങനൊരു വാട്സപ്പ് മെസ്സേജൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ വേണം സുഹൃത്തുക്കൾ, വഴി ഇട്ടിട്ടൊന്നും പോകത്തില്ല ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്തുക്കൾ കേട്ടോ. ഞാനും വഴിക്കൊന്നും ഇട്ടിട്ട് പോകത്തില്ല. നല്ലതാണോ സുപ്പുവും നല്ലതാണ്, അങ്ങനെ കേട്ടോ. നല്ലതാണോ സുപ്പുവും നല്ലതാണ്. അങ്ങനെ ഇച്ചിരി നേരം ഞങ്ങളൊന്ന് വാട്സപ്പിൽ സന്തോഷമൊക്കെ പങ്കിട്ടു കേട്ടോ. ഇങ്ങനെ വേണം വല്ലപ്പോഴുമൊക്കെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ എന്നാടി നിനക്ക് സുഖമാണോ, പിള്ളേരൊക്കെ എന്തിയെ, കെട്ടിയോ എന്തിയെ, അമ്മായിയപ്പനും അമ്മായിയമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കേ എന്തിയെ, അതോ നീ ഓടിച്ച് കിട്ടോ, അതോ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ സന്തോഷമെന്ന് അറിയാവോ. അപ്പോഴും ഞാൻ എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലും എന്താ പിള്ളേരെ നിങ്ങൾ അന്ന് കണ്ട സുപ്പ് തന്നെയാണ് ഇപ്പോഴും കേട്ടോ, ഒരു മാറ്റവും ഇല്ല. എന്ത് വേണേലും ഈ സുപ്പിനോട് പറയാം കേട്ടോ, ഷെയർ ചെയ്യുക. നല്ലൊരു മനസ്സിനുടമയാണ് ഈ സുപ്പ് കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ചെന്ന് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചെന്ന് പറയും കേട്ടോ. ഇഷ്ടപ്പെടുന്നോ ഉണ്ടോ എന്തോ ഒന്നും അറിയത്തില്ല, പിന്നെ ആരും ഒന്നും പറയത്തില്ല. എൻ്റെ സ്വഭാവം അവർക്ക് അറിയാം, ഇച്ചി ഒരു ഇതാണ് കേട്ടോ. എന്താ വേറൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ആർക്കും സമയമില്ല, ചെറുക്കന്മാരെല്ലാം പുറത്ത് പോയി, പെൺപിള്ളേരും പിന്നെ കുറച്ചൊക്കെ ജോലിക്കാരും പിന്നെ വേലയും കൂലിയൊന്നും ഇല്ലാതെ ഞാനൊക്കെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഈ കിളവി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നത്, ഉടായിപ്പ് പണിയും കൊണ്ട് നടക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഒക്കെ ജോലിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ ആൺകൊച്ചുങ്ങളും ആൺകൊച്ചുങ്ങളും എല്ലാം കൊച്ചുങ്ങളല്ലേ ഇപ്പം, എല്ലാം കിളവന്മാരായി കേട്ടോ. ഭയങ്കര ഗമയ കൊച്ചുങ്ങളെന്നൊക്കെ പറയുമ്പോൾ ചെറുക്കന്മാർക്ക് കേട്ടോ. എല്ലാം മുതുക്കന്മാരും മുതുക്കികളും ആയി കേട്ടോ. എല്ലാം ഡൈ ഒക്കെ അടിച്ചായിരിക്കും നടക്കുന്നത്. ഞാൻ മാത്രം ഈ സുപ്പ് മാത്രം ഡൈ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, പയറ്റിയിട്ടില്ല കേട്ടോ. അപ്പോഴതേ നമ്മുടെ പായ്ക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എല്ലാം ചെയ്യുന്നത് പോലെ ഒരു അത്യാവശ്യം തീർന്നു കേട്ടോ. അത് നമ്മളിങ്ങനെ വടിച്ച് കോരി കളയാൻ ഒക്കുമോ? ഇതൊന്നും കളയരുത് കേട്ടോ. തേനിനൊക്കെ എന്താ വിലയെന്നറിയാമോ? ഏകദേശം തീരാറായി എൻ്റെ തേനൊക്കെ. രാത്രിയിൽ ഇതൊക്കെ അങ്ങോട്ട് തേച്ചിട്ട് കട്ടിലയിൽ അങ്ങോട്ട് മെത്തയിലോട്ട് കിടക്കണ്ട. രാവിലെ ആകുമ്പോൾ ഊറും ഭരിച്ച് പകുതിയായി കിടക്കുന്ന കാണാം നമ്മളൊക്കെ ഇല്ലയോ. ഞാൻ എപ്പോഴും വിചാരിക്കും തേനൊക്കെ അങ്ങോട്ട് തേച്ചിട്ട്. അങ്ങനെ ആരും ചെയ്യത്തില്ല. പിന്നെ ഈ ജെല്ല് കറ്റാർവ്, അതിൻ്റെ ഈ ആലോവേറ ജെല്ലൊക്കെ ചിലരൊക്കെ രാത്രി പെരട്ടും. പക്ഷെ അതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരു മസാജ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടൊരു 10-15 മിനിറ്റ് ഇവനെ ഒന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ, എൻ്റെ മുഖത്ത് തന്നെ. എന്നിട്ട് നമുക്ക് സുപ്പിൻ്റെ മസാജ് നിങ്ങൾക്ക് അറിയാമല്ലോ, ദൈവമേ, 1.5 മസാജ് നമുക്ക് അത് ചെയ്യണം കേട്ടോ. ഇത് കളയുന്നില്ല, ഞാൻ ദേഹത്ത് തന്നെ ഇങ്ങനെ തൂത്ത് വരട്ടും കേട്ടോ. ഇനി ഇച്ചിരി കഴിഞ്ഞ് വരാം. കാക്ക വിരുന്ന് വിളിക്കുന്നു. എൻ്റെ പൊന്നു കാക്ക അരി പോലും അടപ്പയിലിട്ടില്ല. കാക്ക വിരുന്ന് വിളിക്കുന്നിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യേ. എന്തായാലും ഞാൻ നീരാടിയിട്ടേ വരുന്നുള്ളൂ. നീ എത്ര വിളിച്ചു പോയാലും ഏത് വിരുന്നുകാർ വന്നാലും കേട്ടോ, ഏത് വിരുന്നുകാർ വന്നാലും ഇവിടെ ഇരിക്കും. അങ്ങനെ നമ്മൾ സംസാരിക്കാതെ ഒരു 10-15 മിനിറ്റ് ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്നു. ഇത് കണ്ണിൽ പറ്റാതിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കണ്ണിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. എന്ന് വെച്ചാൽ സുപ്പുരക്കി പറ്റിയിട്ടു. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. ഇച്ചിരി എവിടുന്നോ ഇച്ചിരി ഒരു തുള്ളി വന്ന് വീണു. അതുകൊണ്ട് എനിക്കൊരു അക്കടി പറ്റിയപ്പോഴേ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. നമുക്ക് വെളിച്ചെണ്ണമയം നമ്മുടെ കണ്ണിൽ പറ്റിയല്ലേ കേട്ടോ. തുടച്ച് കൊടുക്കാം. എവിടുന്നോ വന്നു കേട്ടോ, എവിടുന്നല്ല മുഖത്തുനിന്ന് വെച്ച് തുള്ളി വീണതായിരിക്കും. അപ്പോഴും നമുക്ക് ആദ്യം നമ്മുടെ ഈ പാക്ക് പിന്നെ മസാജ് കണ്ടില്ല എല്ലാവരും ഇന്നത്തെ. അപ്പോഴിതൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോഴും നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ആയതുകൊണ്ട് തന്നെ പഞ്ചസാരയൊക്കെ ആയിട്ട് അലിഞ്ഞ് ഒരു എന്താ ഇങ്ങനെ കിനിഞ്ഞ് വരത്തില്ലേ, കിനിഞ്ഞ് വരിക എന്ന് പറയത്തില്ലേ, അതുപോലെ ആയി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ.
ദേ ഇങ്ങനെ അങ്ങോട്ട് വിരൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. സുക്കുവിൻ്റെ മസാജൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. എന്ത് തന്നെയാണെങ്കിലും 10 പ്രാവശ്യം ചെയ്തുകൊള്ളൂ നിങ്ങൾ. നമ്മളിങ്ങനെ കാണിക്കുന്നത് കൊണ്ട് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. പിന്നെ അതെ ഇങ്ങനെ. പിന്നെ ഇരട്ടത്താടി അതിന് എനിക്ക് ഇതുവരെ അത് പിടികിട്ടിയിട്ടില്ല കേട്ടോ. എങ്ങനെ പിള്ളേരെ ഇങ്ങനെ ഈ വെക്കാൻ ഈ പണ്ടില്ല ഇങ്ങനെ നമ്മൾ കളിക്കുമായിരുന്നല്ലോ. ഈ ഭിത്തിയിലൊക്കെ ഞാൻ ഇപ്പോഴും കളിക്കും കേട്ടോ. അതുപോലെ വെക്കണം ഇങ്ങനെ. എന്നിട്ട് ഈ ഇരട്ടത്താടി വരാതിരിക്കാൻ ദേ ഇങ്ങനെ ആക്കണം. 10 പ്രാവശ്യം. പത്തായോ എണ്ണയില്ല കേട്ടോ. ഇവിടെ അതുപോലെ ദേ ഇവിടെ വീർത്തിരിക്കുന്നില്ല ആ ഭാഗത്തെ. ഞാൻ എണ്ണുന്നില്ല കേട്ടോ, ഞാൻ എണ്ണുന്നില്ല. എൻ്റെ ശ്രദ്ധ മൊത്തമാണ് ഞാനിങ്ങനെ ചെയ്യുമ്പോഴല്ലോ അവിടെ ഇവിടെ ആൾക്കാരുടെ റോഡിൽ കൂടെ. അതൊക്കെ എൻ്റെ മനസ്സിനകത്തെ ചിന്തകൾ കേട്ടോ. ദേ ഇങ്ങനെ അങ്ങോട്ട് വരും നമ്മുടെ ചുണ്ടൊക്കെ. ദേ ഇങ്ങനെ ചുണ്ടല്ല, ഈ കവളൊക്കെ ദേ ഇങ്ങനെ വരും. അതിനെ ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. പിന്നെന്താ പിന്നെ മൂക്കൊക്കെ നമ്മുടെ കുഞ്ഞുമാരെയൊക്കെ നമ്മൾ കുളിപ്പിക്കത്തില്ലേ, അങ്ങനെയൊക്കെ അങ്ങോട്ട് നീട്ടി നീട്ടി ഇങ്ങനെ വെക്കുക കേട്ടോ. ഈ കണ്ണിൻ്റെ അവിടെയും. ഇപ്പം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലെ കുഞ്ഞുമാവ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കുഞ്ഞുമാവ സ്വഭാവം എപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ ദേ പുരികയൊക്കെ ദേ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വയ്ക്കണം. എനിക്ക് പുരികത്തിന് ഇത്ര കറുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലായത് പുരികത്തിരം വന്നത് നമ്മൾ എടുത്തപ്പോൾ കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒരു പുരികത്തിന് ഒരു കറുപ്പൊക്കെ വന്നു കേട്ടോ. നമ്മുടെ പുരികയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വളച്ചങ്ങോട്ട് വെക്കണം പിള്ളേരെ. വളച്ചിട്ടൊക്കെ അല്ല, വളച്ചൊക്കെ ഇങ്ങോട്ട് വെക്കണം കേട്ടോ. ഇവിടൊക്കെ നമുക്ക് ആക്കി കൊടുക്കണം കേട്ടോ. മതി. ഇനി നമുക്കേ ടിഷ്യൂ പേപ്പർ ആദ്യം നമുക്ക് ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ അല്ലാതെ വെള്ളത്തിനകത്ത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നാമത് ഇത് വെളിച്ചെണ്ണ നമ്മൾ ചേർത്തതില്ലേ, അതുകൊണ്ട് തന്നെ വെള്ളത്തിനകത്ത് അറിയാമല്ലോ വെളിച്ചെണ്ണ ഇത് വരുമ്പോൾ. ആദ്യം തുടച്ചിട്ട് എൻ്റെ മൂക്കുത്തിയുടെ കല്ലൊക്കെ മാറുമെന്നാണ് തോന്നുന്നത്. നമ്മളിങ്ങനെ മഞ്ഞ കളറും ഒക്കെ തേച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൂക്കുത്തി ഊരാനും പാട്. കയ്യിൽ ഞാൻ പുരട്ടിയായിരുന്നു ഉള്ളത്, കളയാതെ. വെളിച്ചെണ്ണ ചേർത്തത് കൊണ്ട്, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് വെള്ളത്തിൽ തന്നെ തുടച്ചെടുത്താൽ മതിയായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണമയം ഉണ്ടെങ്കിൽ നമ്മൾ തുടയ്ക്കുന്നതിനകത്തും പഞ്ചസാര ഉണ്ടല്ലോ കിനിഞ്ഞ് വരിക. ഒത്തിരി മഞ്ഞപ്പൊടിയൊന്നും തട്ടിയണ്ട കേട്ടോ, ഇച്ചിരി. ഞാൻ പിന്നെ എൻ്റെ മുഖത്തിന് ഇടാൻ പാകത്തിന് അളവുകളൊന്നും ഞാൻ അതുകൊണ്ട് ഒന്നും ഞാൻ അങ്ങനെ പറയാത്തത്. നമുക്കറിയാമല്ലോ നമ്മുടെ മുഖത്തിനും കഴുത്തിനും ആവശ്യമായിട്ടുള്ളത് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ പറയാത്തത് കേട്ടോ. എൻ്റെ മുഖത്തിന് ഇടാൻ പറ്റിയ പാകത്തിനെ ഞാൻ ഇപ്പോഴും എടുക്കത്തുള്ളൂ. മഞ്ഞളും തേനും പഞ്ചസാരയൊക്കെ നല്ല സ്ക്രബിനും ഒക്കെ നല്ലതാണ് കേട്ടോ. മുഖത്ത് ഒക്കെ നല്ലതാണ്. വെളിച്ചെണ്ണ പിന്നെ നമ്മൾ എല്ലാത്തിനും ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ. വെളിച്ചെണ്ണ എല്ലാത്തിനും ഒന്നും ഉപയോഗിക്കത്തില്ല, ചിലതിന് മാത്രം. എങ്ങനെയുണ്ട് മുഖം? കാണാൻ പറ്റുന്നില്ല, കണ്ണിനകത്ത് ആ വെളിച്ചെണ്ണ ഇച്ചിരി വീണത് കൊണ്ട് ആകെ കുഴപ്പമായി. ഒന്ന് കുത്തിക്കോട്ടെ. അപ്പോഴേ അങ്ങനെ നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ വയ്യ.
അങ്ങനെ ഞാൻ നോക്കിയത് നമുക്ക് സ്വയം ഒന്നും അറിയണ്ട എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോയെന്ന് കേട്ടോ. ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മൾ ഒത്തിരി വെളുത്ത് പാറുമെന്നൊന്നും നമ്മൾ പറയത്തില്ല. നമ്മുടെ മുഖത്തിന് നല്ല എന്താ എപ്പോഴും നമ്മൾ എന്താ കാത്തു സൂക്ഷിക്കുമല്ലോ പിള്ളേരെ, സ്കിന്നും ഒക്കെ കേട്ടോ, സ്കിന്നും ഒക്കെ കാത്തു സൂക്ഷിക്കുമല്ലോ. അതുപോലെയുള്ള കാത്തു സൂക്ഷിക്കുവാണ് നമ്മളിതൊക്കെ, അതുപോലെ ചെയ്യുവാണ് ഇതൊക്കെ നമ്മൾ കാവല് സ്കിന്നിനെ നല്ല. അപ്പോൾ ഇനി നമുക്ക് തുടയ്ക്കാം കേട്ടോ. ഇനി വെള്ളം തൊട്ട് നമുക്ക് തുടച്ചെടുക്കാം. ഇത്തിരി സമയമായോ. ഇതുപോലുള്ള കർച്ചീഫ് എടുത്താൽ നല്ലതായിട്ടോ, നമുക്ക് വേദനിക്കത്തില്ല മുഖം. നമ്മൾ ആ തുടച്ചത് കൊണ്ട് തന്നെ ഒരു അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വെള്ളം തൊട്ട് തുടയ്ക്കുമ്പം കേട്ടോ, തണുത്ത വെള്ളത്തിൽ തുടച്ചെടുക്കണം. ഇങ്ങനെയുള്ള ഇതേമാതിരിയുള്ള കർച്ചീഫ് എടുക്കാം. നമ്മുടെ മുഖം നോക്കത്തതയില്ല. എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോഴേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കൊക്കെ ഫേസ് പായ്ക്കൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല നല്ല നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്ത് നോക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്താ ഏറ്റവും അതിനൊക്കെ അറിയാമല്ലോ. എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ മുഖത്തിടുക, ഇട്ട് നോക്കുക. അലർജി ഒന്നും. അയ്യോ, ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നൊരു ചേച്ചിയാണെന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചി ഞാനത് വായിച്ചു കേട്ടോ. സത്യമാണ്, ഈ അലർജിയൊക്കെ ഉള്ളവർ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടോ. ഒന്നും ചിലർക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ. ചേച്ചി ഒരു നല്ല ഒത്തിരിയായിട്ട് ഞാൻ തന്നെ വിചാരിക്കുകയും ചെയ്തു. ചേച്ചി അത്രയും എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് അപ്പോഴും നല്ലതായിട്ട് അത് വിഷമം തോന്നി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് അത് മാറ്റുക കേട്ടോ. കറുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാരെയൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴെനിക്ക് ഒത്തിരി സന്തോഷമായി എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് അത്രയും വലിയൊരു കമൻ്റൊക്കെ ഇട്ടപ്പം കേട്ടോ. ഇതാ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. അപ്പോഴെല്ലാവരും അലർജിയൊക്കെ ചെയ്ത് അലർജി ഉള്ളവരാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് തന്നെ എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിതുവരെ തമ്മിലെ സഹായിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് നോക്കിയിട്ടോ, എപ്പോഴാണെങ്കിലും എന്തെങ്കിലും ദേഹത്തൊക്കെ ഇങ്ങനെ തടവി നോക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയും കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇനി